ഇന്ത്യക്കകത്ത് ചില കച്ചവടങ്ങളൊക്കെ നടത്തുന്ന തുർക്കിയെ പൂട്ടിയില്ല എങ്കിൽ തുർക്കി പാകിസ്ഥാനേക്കാളും അപകടകാരിയാവും. നിർണായക വിവരങ്ങൾ പുറത്ത്. ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ കാർഗോയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗും കൈകാര്യം ചെയ്യുന്ന ടർക്കിഷ് കമ്പനിയായ സെലബിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തുർക്കി പ്രസിഡന്റ് ത്വയ്ബ് എർദോഗന്റെ മകൾ സുമയ്യയാണ് സെലബിയുടെ സഹ ഉടമ. ഇതേ സുമയ്യയുടെ ഭർത്താവാണ് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിനു വേണ്ടി ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉടമ എന്നത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നു. അതീവ സുരക്ഷാ മേഖലയിലെ ടർക്കിഷ് കമ്പനിയുടെ പ്രവർത്തനം അത് രാജ്യസുരക്ഷയെ ബാധിക്കും എന്ന ആശങ്ക ശക്തമാവുകയാണ്. സെലബിയിലും സുമയുടെ ഭർത്താവിന് പങ്കാളിത്തമുണ്ട് എന്നാണ് വിവരം. ദില്ലി, മുംബൈ, ചെന്നൈ, കൊച്ചി, കോഴിക്കോട് അടക്കമുള്ള രാജ്യത്തെ 9 വിമാനത്താവളങ്ങളിൽ സെലബി പ്രവർത്തിക്കുന്നുണ്ട്. അതീവ സ്വകാര്യ സ്വഭാവമുള്ള VVIP കാർഗോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. VVIP കാർഗോയിലെ വിവരങ്ങൾ ശത്രു രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് രാജ്യസുരക്ഷയടക്കം ബാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ സെലബിയുമായുള്ള കരാറുകൾ ഇന്ത്യ പുനഃപരിശോധിക്കുന്നുണ്ട് എന്നാണ് വൃത്തങ്ങൾ നൽകുന്നത് സൂചന. പെഹൽഗാം ഭീകര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുർക്കിക്കെതിരായ വികാരം രാജ്യത്ത് ശക്തമാണ്. കഴിഞ്ഞ ദിവസം സെലബിയെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പല മാധ്യമങ്ങളിലൂടെയും വന്നിരുന്നു. 2008 സെലബി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായാണ് ഇവർ രാജ്യത്ത് എത്തിയത്. ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം പ്രതിവർഷം 58,000-ലധികം വിമാനങ്ങളും 5,40,000 ടൺ കാർഗോയും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ 7,800 ജീവനക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആക്രമിക്കാൻ പാകിസ്ഥാന് തുർക്കിയുടെ സൈനിക സഹായവും ലഭിച്ചിരുന്നു. പാക് സൈന്യം ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച ഡ്രോണുകൾ കൈമാറിയത് തുർക്കിയായിരുന്നു. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ പണ്ടു മുതൽ തന്നെ ഇന്ത്യയെ അസ്വസ്ഥതപ്പെടുത്തുന്ന വിഷയമാണ്. ഇതിനെ നേരിടാനായി ഇന്ത്യ തന്റെ സ്വന്തം ഭൗമരാഷ്ട്രീയ പങ്കാളിത്തങ്ങൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. കിഴക്കൻ യൂറോപ്പിൽ ഗ്രീസ് പിന്തുണയ്ക്കുന്ന സൈപ്രസ് റിപ്പബ്ലിക്കിനെ ഇന്ത്യ സ്ഥിരമായി പിന്തുണയ്ക്കുകയും വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യാറുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ആരും അംഗീകരിച്ചിട്ടില്ലാത്ത വടക്കൻ സൈപ്രസിലെ ടർക്കിഷ് റിപ്പബ്ലിക്കിന് വേണ്ടി മുറവിളി കൂട്ടുന്ന തുർക്കിയുടെയും പാകിസ്ഥാന്റെയും നിലപാടിന് വിരുദ്ധമാണിത്. സൈപ്രസിൽ ഇന്ത്യയുടേത് എന്ന പോലെ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിന് ഗ്രീസ് തിരിച്ചും പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അസർബൈജാനുമായി അതിർത്തി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അർമേനിയയ്ക്ക് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. നാഗോർണോ കരാബാക്കിനെ ചൊല്ലിയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്. ഇതോടെ 2024 മുതൽ അർമേനിയയിലേക്കുള്ള ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായി ഇന്ത്യ മാറുകയും ചെയ്തു. റഷ്യ പോലും മറികടന്നായിരുന്നു ഇന്ത്യയുടെ ഈ നേട്ടം. അതേസമയം അസർബൈജാന് തുർക്കിയുടെയും പാകിസ്ഥാന്റെയും പിന്തുണയുണ്ട്. JF-17 തണ്ടർ ബ്ലോക്ക് യുദ്ധവിമാനങ്ങൾ അസർബൈജാന് നൽകാൻ 2024 പാകിസ്ഥാനും അസർബൈജാനും കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇതേ വർഷം തന്നെയാണ് പാകിസ്ഥാൻ, തുർക്കി, അസർബൈജാൻ എന്നിവർ ചേർന്നുള്ള ആദ്യത്തെ ത്രിരാഷ്ട്ര ഉച്ചകോടിയും നടക്കുന്നത്. അടുത്തിടെ ഇന്ത്യ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ നടത്തിയ പുനഃക്രമീകരണങ്ങൾ തുർക്കിയും പാകിസ്ഥാനെയും ഇന്ത്യയുമായി അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഇന്ത്യയുമായും ഇന്തോ പാക് മേഖലയുമായും സഹകരണം വർദ്ധിപ്പിക്കാനായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്കയും പാകിസ്ഥാനിൽ നിന്ന് അകന്നു കഴിയുകയാണ്. അമേരിക്കയുടെ ഔദ്യോഗിക ഇന്തോ പാക് സ്ട്രാറ്റജിയുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഒരിക്കൽ പോലും വിഷയമായിട്ടില്ല. എന്നാൽ ഇന്ത്യ ചുരുങ്ങിയത് 5 തവണ പ്രധാന വിഷയമായി വരികയും ചെയ്തു എന്നതും ശ്രദ്ധേയം. ഏഷ്യയ്ക്കും യൂറോപ്പിനിടയിലുള്ള പാലമായി സ്വയം കണക്കാക്കുന്ന തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ടാണ് നിർദ്ദിഷ്ട ഇന്ത്യ മധ്യപൂർവ്വദേശം യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്നത്. ഇതിന്റെ പേരിൽ ഈ പദ്ധതിയെ തുർക്കിയുടെ എർദോഗാൻ ശക്തമായി വിമർശിച്ചിരുന്നു. മാത്രമല്ല, ഏഷ്യ യൂറോപ്പ് പാത പൂർത്തീകരിക്കാനുള്ള സ്വന്തം പദ്ധതി തുർക്കി മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇറാഖ് ഡെവലപ്മെന്റ് റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന പാകിസ്ഥാന്റെ ശക്തമായ സഖ്യകക്ഷിയാണ് തുർക്കി. 2023 തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിൽ ഇന്ത്യ അകമഴിഞ്ഞ സഹായമായിരുന്നു വാഗ്ദാനം നൽകിയത്. എങ്കിലും തുർക്കിക്ക് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ അത് കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്നതാണ് ഡ്രോൺ സംഭാവന ചെയ്തതിലൂടെ വ്യക്തമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.